എന്നാണ് പ്രധാനമായും റിനി ജോർജ് ആവശ്യപ്പെടുന്നത്. രാഹുൽ ഈശ്വർ അടക്കമുള്ളവർക്കെതിരെയാണ് ഈ പരാതി. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അപകീർത്തികരമായ വാർത്തകൾ വലിയൊരു ബഹുമതിയാണ് എനിക്കത്. താങ്ക് യു സോ മച്ച്. സലീം കുമാറിന്റെ ആ ടോണിൽ കേൾക്കുക. പുറത്തുവിട്ടിട്ടുള്ള ഓൺലൈൻ ചാനലുകളുടെ ലിങ്കുകളടക്കം ഈ പരാതിയിൽ നൽകിയിട്ടുണ്ട്. ഇത് എന്തായാലും മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ആലുവ റൂറൽ എസ്.പി.യൊപ്പം സൈബർ പോലീസ്, മുനമ്പം ഡിവൈഎസ്പി എന്നിവർക്കാണ് റിനി ജോർജ് കൊടുക്കുമ്പോൾ ഒരു ഗുമ്മിന് CBIക്കും NIAക്കും ഇന്റർപോളിനും കൂടെ കൊടുക്കാറ് ഇരിക്കട്ടെ. കൊടുക്കുമ്പോഴേ ഈ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി വ്യാജ പരാതി കൊടുക്കുമ്പോൾ ഒരു ഗുമ്മ ഇരിക്കട്ടെ. ഇന്റർപോൾ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഗുമ്മുണ്ടല്ലോ. ഇത്തരത്തിലുള്ള നടപടികൾ ഈ ആക്രമണങ്ങൾക്കെതിരെ, സൈബർ ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര ഇടപെടലാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. ഒപ്പം FIR രജിസ്റ്റർ ചെയ്ത് ഇവർക്കെതിരെ നടപടി എടുക്കുമെന്നും റിനിയുടെ പരാതിയിൽ ആവശ്യപ്പെടുന്നു. റിനി അതിശക്തമായ ഇതിന് തിരിച്ചടി ഉണ്ടാകും. റിനി എന്നെ കൊണ്ട് ഈ കേസ് ഉൾപ്പെടുത്തിയതിന് ഞാൻ റിനിയോട് വളരെ താഴ്മയോടുകൂടി നന്ദി പറയുന്നു. നിങ്ങളെ പോലുള്ള തീവ്ര ഫെമിനാസികൾ നമ്മുടെ നാട്ടിലെ ആണുങ്ങളുടെ ജീവിതവും കരിയറും നശിപ്പിക്കാൻ നോക്കുമ്പോൾ അതിശക്തമായി അതിനെതിരെ എന്നും സ്വരം ഉണ്ടാവും. മുഖ്യമന്ത്രിയല്ല, ആർക്കെതിരെ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ ആരുടെ സമക്ഷം കംപ്ലൈന്റ് കൊടുത്താലും അതിശക്തമായി റിനി